എല്ലാവർക്കും കറണ്ട് അഫയേഴ്സ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡേയ്സ് ആൻഡ് തീംസ് ആണ്. അതായത് പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം 365 ദിവസങ്ങൾ എടുത്താലും അതിന് ഓരോ പ്രത്യേകതകളും ഓരോ പ്രമേയങ്ങളും ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ വലിച്ചു വാരി പഠിക്കാൻ സമയമില്ല, വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ PSC ചോദിക്കുന്ന കുറച്ചധികം ദിവസങ്ങളും പ്രമേയങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറച്ച് PSC സ്ഥിരമായിട്ട് വയ്ക്കുന്ന ദിവസങ്ങളും പ്രമേയങ്ങളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാക്സിമം നമുക്ക് പഠിക്കാം, ഇപ്പം തന്നെ പഠിച്ചങ്ങ് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന് മുമ്പത്തെ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് കാണണമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് സീരീസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. മാക്സിമം നിങ്ങളിത് കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ദിവസങ്ങളും പ്രമേയങ്ങളുമാണ്. അപ്പോൾ ഓരോ തീംസ് ഉണ്ടാവും ഓരോ ദിവസത്തിനും, പ്രധാനപ്പെട്ട ദിവസങ്ങൾക്കല്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനുവരി 25. ജനുവരി 25ൻ്റെ പ്രത്യേകത എന്താണ്? ദേശീയ സമ്മതിദായക ദിനമാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25 വരുന്നത്. അപ്പം ജനുവരി 25 സമ്മതിദായക ദിനമാണ്. അതിൻ്റെ 2024 പ്രമേയം എന്താണ്? ഇപ്പം വന്ന പ്രമേയം എന്താണ്? PSC ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 25 അപ്പോൾ എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ, അതായത് ദേശീയ സമ്മതിദായക ദിനം. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഇത് പഠിച്ച് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2024 ലാണ് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ വന്നത്, ഇലക്ഷൻ കഴിഞ്ഞത് നമ്മളറിയാലോ, ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ 2024 ജനുവരി 25 സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയമാണല്ലോ ഇത്. അപ്പം 24 ഓൾറെഡി നമുക്ക് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തീമും അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. അതായത് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ലോക്സഭാ ഇലക്ഷന് വോട്ട് ചെയ്യും എന്ന് ഓർത്തങ്ങ് വെച്ചാൽ മതി. അപ്പം വോട്ട് ചെയ്തല്ലോ നമ്മൾ ഓൾറെഡി. അപ്പോൾ ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുവേ, ഓർത്ത് വെച്ചോ, ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. അടുത്തത് ജനുവരി 25. ജനുവരി 25 ടൂറിസം ഡേ ആണ്. ടൂറിസം ഡേ ദിനമാണ് വരുന്നത്. അതിൻ്റെ 2024 തീം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജനുവരി 25 ടൂറിസം ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, 2024 പ്രമേയം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ജേർണീസ് ടൈംലെസ് മെമ്മറീസ് എന്നാണ് അതിൻ്റെ തീം വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനം. PSCയുടെ ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് ഈ ലോക തണ്ണീർത്തട ദിനം. അതായത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞാൽ PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങളിപ്പോൾ ഈ 2024 ഒരു ക്വസ്റ്റ്യന് തന്നെ ഇതിൻ്റെ പ്രമേയം ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തുമാത്രം ഇഷ്ടപ്പെട്ടതെന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫെയർ ആയിട്ട്. അപ്പോൾ പഠിച്ചു വെക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ഫെബ്രുവരി 22 എന്താണ്? ലോക തണ്ണീർത്തട ദിനം. 2024 തീം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 തീം. 2023 തീം എന്താണ്? തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് സമയമായി. അപ്പോൾ നമുക്ക് പറയാം ഫെബ്രുവരി 2 എന്ന് പറയുമ്പോൾ ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ 2023 തീം അഥവാ പ്രമേയം എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് സമയമായി. അടുത്തത് 2024 ഇപ്പം കഴിഞ്ഞത്, ചിലപ്പം 2024 ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഭയങ്കരമായിട്ട്. അപ്പോൾ 2024 പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. മറക്കല്ലേ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും 2024 തീമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അപ്പം ഇത് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ലോക തണ്ണീർത്തട ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഷുവറാണ്, ഉറപ്പിച്ചു വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അതിൻ്റെ 2024 തീം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ്. അതായത് പരിചരണ വിടവ് അടയ്ക്കുക എന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫെബ്രുവരി 4 എന്ന് പറയുമ്പോൾ ലോക ക്യാൻസർ ദിനം നമുക്കറിയാം. അതുപോലെ തന്നെ അതിൻ്റെ 2024 പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, അതായത് പരിചരണ വിടവ് അടയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗ ദിനം, അതായത് പൾസസ് ഡേ ആണ്.
ഫെബ്രുവരി 10 എന്ന് പറയുമ്പോൾ ലോക പയറുവർഗ്ഗ ദിനം. പയറുവർഗ്ഗ ദിനത്തിൻ്റെ 2024 തീം എന്താണ്? പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ. അതായത് പയറുവർഗ്ഗങ്ങൾ പോഷണം നൽകുന്ന മണ്ണും മനുഷ്യരും. പയറുവർഗ്ഗങ്ങൾ പോഷണം നൽകുന്ന മണ്ണും മനുഷ്യരും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വയ്ക്കുവേ. അപ്പോൾ ഫെബ്രുവരി 10 എന്താണ്? ലോക പയറുവർഗ്ഗ ദിനമാണ്. ലോക പയറുവർഗ്ഗ ദിനം. അതിൻ്റെ 2024 തീം എന്താണ്? പയറുവർഗ്ഗങ്ങൾ പോഷണം നൽകുന്ന മണ്ണും മനുഷ്യരും. പയറുവർഗ്ഗങ്ങൾ പോഷണം നൽകുന്ന മണ്ണും മനുഷ്യരും. അങ്ങനെ ഓർത്ത് വെച്ചോണേ, പഠിച്ചു വെച്ചോണേ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. അതിൻ്റെ 2024 തീം അഥവാ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ ശാസ്ത്രവിദ്യകൾ. അതായത് നമ്മൾ ഈ 2024 ആയപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും വികസിത ഭാരതം എന്നല്ലേ കേൾക്കുന്നത്. പൊതുവെയുള്ള നമ്മുടെ ബഡ്ജറ്റ് ആയാലും പല കാര്യങ്ങളും അങ്ങനെയല്ലേ, വികസിത് ഭാരത് എന്നൊക്കെ അല്ലേ കേൾക്കുന്നത്. അത് വെച്ച് നിങ്ങൾ ഓർത്ത് വെച്ചോ, നമ്മുടെ ദേശീയ നാഷണൽ സയൻസ് ഡേ, അതായത് ദേശീയ ശാസ്ത്ര ദിനം എന്ന് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ 2024 തീം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ ശാസ്ത്രവിദ്യകൾ. അപ്പോൾ അങ്ങനെ ഓർത്തോ, വികസിതമാക്കാനല്ലേ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യം, ബഡ്ജറ്റ് ആയാലും കാര്യങ്ങളായാലും. അപ്പം വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ ശാസ്ത്രവിദ്യകൾ, വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ ശാസ്ത്രവിദ്യകൾ മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മാർച്ച് 3 ലോക വന്യജീവി ദിനം. ലോക വന്യജീവി ദിനമാണ് മാർച്ച് 3 ലോക വന്യജീവി ദിനം. അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അതായത് മനുഷ്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള കണക്ഷനും അതുപോലെ തന്നെ എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഡിജിറ്റൽ ഇന്നോവേഷൻ. അപ്പോൾ ഓർത്ത് നോക്കണേ. അടുത്തത് മാർച്ച് 8 മാർച്ച് 8 എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അപ്പം ചോദിക്കും 2024 തീം എന്താണെന്ന് ചോദിക്കും. 2024 തീം എന്താണ്? സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നാണ്. ത്വരിതപ്പെടുത്തുക എന്നാണ്. അപ്പം സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് ദ പ്രോസസ് എന്നാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോസസ് എന്നാണ്. മറക്കല്ലേ, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 2024 പ്രമേയം എന്ന് പറയുന്നത് സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നാണ്. മറക്കല്ലേ. അടുത്തത് മാർച്ച് 15 മാർച്ച് 15 എന്താണ്? ലോക ഉപഭോക്തൃ അവകാശ ദിനം. ലോക ഉപഭോക്തൃ അവകാശ ദിനം. അപ്പോൾ അതിൻ്റെ എന്താണ്? ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ AI ഫോർ കൺസ്യൂമേഴ്സ്. അപ്പോൾ എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ? എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. ഇപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമല്ലേ ഇപ്പം നമ്മുടെ ഇപ്പം 2024 ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ടോട്ടലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 2024 തീം എന്ന് പറയുമ്പോൾ എന്താണ്? ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ കൺസ്യൂമേഴ്സ് എന്നാണ്. മറക്കല്ലേ. അടുത്തതിലോട്ട് പോവാം. അടുത്ത മാർച്ച് 21 അറിയാലോ, ലോക വനദിനമാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. മാർച്ച് 21 ലോക വനദിനം. ലോക വനദിനത്തിൻ്റെ 2024 തീം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ആണ്. അതായത് വനങ്ങളും നവീകരണം. ലോക വനദിനത്തിൻ്റെ 2024 തീം എന്ന് പറയുന്നത് വനങ്ങളും നവീകരണം. അതുപോലെ മാർച്ച് 22 ലോക ജലദിനം. ലോക ജലദിനം എന്താണ്? വാട്ടർ ഫോർ പീസ്, ജലം ലോക സമാധാനത്തിന് എന്നാണ് 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്തത് മാർച്ച് 23 എന്താണ്? ലോക കാലാവസ്ഥാ ദിനം. എന്താണ്? അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ മാർച്ച് 24 ക്ഷയരോഗ ദിനം. ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എന്താണ്? 2024 വി ക്യാൻ എൻഡ് TB. അതെ, നമുക്ക് TB അവസാനിപ്പിക്കാം. അപ്പം ഞാൻ ഇത് ഇത്രയും പെട്ടെന്ന് പറഞ്ഞു പോയത്, ഇത് നമുക്കറിയാമല്ലോ, PSC പഠിക്കുന്ന മിക്കവാറും ഉള്ള കൂട്ടുകാർക്കെല്ലാം അറിയാവുന്നൊരു കോഡാണ്. അത് ജസ്റ്റ് ഒന്ന് പറയാനായിരുന്നു. അതായത് ഒരു ഇതാണ്, അതായത് ലോക അപ്പം ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. വനജല ദിനം. വനജയുടെ കാലിൽ ക്ഷയം എന്ന് ഓർത്ത് വെച്ചാൽ, വനജയുടെ കാലിൽ ക്ഷയം എന്നൊരു കോഡുണ്ട്. വനജയുടെ കാലിൽ ക്ഷയം. അപ്പോൾ വനജയുടെ വനം എന്ന് വരുമ്പോൾ മാർച്ച് 21 ലോക വനദിനം. എന്നുള്ളത് ജലദിനമായിട്ട് ഓർക്കണം. മാർച്ച് 22 ലോക ജലദിനം. അതുപോലെ തന്നെ കാലാവസ്ഥ ഓർക്കുക. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം.
അതുപോലെ തന്നെ ക്ഷയരോഗമൊന്നുമില്ല, വനജയുടെ കാലിൽ ക്ഷയം അല്ലേ. അപ്പോൾ ക്ഷയം എന്താണ്? മാർച്ച് 24 ക്ഷയരോഗ ദിനം. അത് വെച്ച് ചെറിയൊരു കോഡാണ്, അത് വെച്ച് ജസ്റ്റ് മാർച്ച് 21, 22, 23, 24 നമുക്ക് ഓർത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, മാർച്ച് 21. അപ്പോൾ ജസ്റ്റ് ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞതാണ്. മാർച്ച് 21 ലോക വനദിനം. വനങ്ങളും നവീകരണവുമാണ് 2024 തീമായിട്ട് വരുന്നത്, പ്രമേയമായിട്ട് വരുന്നത്. വനങ്ങളും നവീകരണം. മാർച്ച് 21 ലോക വനദിനത്തിൻ്റെ. അടുത്തത് മാർച്ച് 22 ലോക ജലദിനം. ലോക ജലദിനത്തിൻ്റെയൊക്കെ സ്ഥിരമായിട്ട് PSC പ്രമേയം ചോദിക്കുന്നതാണ്. അപ്പം അതിൻ്റെ 2024 പ്രമേയം എന്ന് പറഞ്ഞാൽ വാട്ടർ ഫോർ പീസ് ആണ്. അതായത് ജലം ലോക സമാധാനത്തിന്. അതായത് ഇപ്പം നമ്മളിപ്പം എത്ര ടെൻഷനിലും കാര്യങ്ങളും ഒക്കെ ഒരാളൊരു ചൂടായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ ആയിരിക്കും, നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഇച്ചിരി വെള്ളം കുടിക്കുന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒന്ന് അയാളെ ഏതൊരു മനുഷ്യനെ നമ്മൾ തണുപ്പിക്കുന്ന തണുത്ത വെള്ളം കൊടുത്തല്ലേ, അല്ലെ എന്തെങ്കിലും വെള്ളം കൊടുത്തല്ലേ എന്താ ഒന്ന് കൂളാക്കുന്നത്, ഇതൊന്ന് കുടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് കൂളാക്കുന്നത്. അപ്പോഴല്ലേ നമ്മൾ ടെൻഷൻ വരുമ്പോൾ നമ്മൾ വെള്ളമല്ലേ കുടിക്കുന്നത് സമാധാനത്തിന് വേണ്ടി. അങ്ങനെയൊക്കെ അങ്ങ് ഓർത്ത് വെച്ച് വെക്കുക. വാട്ടർ ഫോർ പീസ്, അതായത് ജലം ലോക സമാധാനത്തിന് ഓർത്ത് വെക്കുക, മറക്കല്ലേ. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ ദിനത്തിൻ്റെ 2024 പ്രമേയം എന്താണ്? അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അതായത് കാലാവസ്ഥാ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലാണ് 2024 പ്രമേയം വരുന്നത്. അപ്പോൾ ഇതൊക്കെ 2024 പ്രമേയം ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ 2024 മാത്രം പറഞ്ഞു പോകുന്നത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് മാർച്ച് 24 ക്ഷയരോഗ ദിനം. ക്ഷയ ഒരു രോഗമല്ലേ. അപ്പോൾ അതെന്താണ്? അതിൻ്റെ 2024 നമ്മൾ എന്താണ് അതിൻ്റെ തീം പറയുന്നത്? യെസ് വി ക്യാൻ എൻഡ് TB. ട്യൂബർകുലോസിസ് ആണ്. നമുക്ക് TB അവസാനിപ്പിക്കാം എന്നാണ് മാർച്ച് 24 2024 ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. അടുത്തത് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. അറിയാമല്ലോ, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോകാരോഗ്യ ദിനം ഒക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് LDCക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2024 തീം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമായിട്ടാണല്ലോ വരുന്നത്. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ആരോഗ്യത്തോടെ നടക്കണം, എങ്ങനെയൊക്കെ എന്ത് കഴിക്കണം, എങ്ങനെ ആരോഗ്യത്തോടെ നടക്കണം, കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു അവകാശമാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ്. അതുപോലെ തന്നെ 2023 നമുക്ക് പഠിച്ചു വെക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ 75ാമത് ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷമായിരുന്നു 2023 നടന്നത്. അപ്പോൾ അതുമായിട്ട് 2023 തീം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. ഹെൽത്ത് ഫോർ ഓൾ ആണ്. എല്ലാവർക്കും ആരോഗ്യം എന്നാണ് 2023 നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും ആരോഗ്യം. അത് കഴിഞ്ഞ് 2024 പറഞ്ഞത് എന്താണ്? എല്ലാവർക്കും വേണ്ട എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എല്ലാവർക്കും ആരോഗ്യം 2023. 2024 ആയപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മറക്കല്ലേ. അടുത്തത് ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. അതിൻ്റെ 2024 തീം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് ആണ്. മറക്കല്ലേ, പ്ലാനറ്റ് വെസസ് പ്ലാസ്റ്റിക് ആണ്. അടുത്തത് ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. ഏപ്രിൽ 25 മലേറിയ ദിനത്തിൻ്റെ 2024 തീം എന്ന് പറഞ്ഞ് ടൈം ടു ഡെലിവർ സീറോ മലേറിയ. അടുത്തത് മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. അതിൻ്റെ 2024 തീം എന്ന് പറഞ്ഞ് ബി ദ പാർട്ട് ഓഫ് പ്ലാൻ. അടുത്തത് മെയ് 31 മെയ് 31 പുകയില വിരുദ്ധ ദിനം അറിയാമല്ലോ നമുക്ക്. മെയ് 31. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഗ്രോ ഫുഡ് നോട്ട് ടുബോക്കോ. ഫുഡ് കഴിച്ച് വളരുക, പുകയില ഉപയോഗിക്കാതിരിക്കുക എന്നാണ് അതിനർത്ഥം പറയുന്നത്. ഫുഡ് കഴിച്ച് വളരുക, പുകയില ഒഴിവാക്കുക എന്നാണ്. അപ്പോൾ ഗ്രോ ഫുഡ് നോട്ട് ടുബോക്കോ എന്നാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ 5 നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനം എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ 2024 എന്താണ്? ലോക പരിസ്ഥിതി ദിനത്തിന് 2024 തീം എന്ന് പറഞ്ഞ് ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. അപ്പോൾ ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വേദി എന്ന് പറഞ്ഞത് സൗദി അറേബ്യയാണ്. ഈ ലോക പരിസ്ഥിതി ദിനം 2024 ആഘോഷങ്ങൾ, അതിൻ്റെ ആഘോഷങ്ങളും ഫംഗ്ഷൻ നടന്നത് സൗദി അറേബ്യ വെച്ചാണ്. അപ്പോൾ സൗദി അറേബ്യ മരുഭൂമിയിൽ ചുറ്റപ്പെട്ട് കിടക്കുമല്ലേ. അപ്പം അറിയാമല്ലോ. അപ്പോൾ മരുഭൂവൽക്കരണം എന്ന് പറയുമ്പോൾ 2024 തീം വരാൻ കാര്യം എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായോ?
അതിൻ്റെ വേദി സൗദി അറേബ്യ വെച്ചായിരുന്നു ഇവരുടെ പരിപാടി നടന്നത്, പരിസ്ഥിതി ദിനത്തിൻ്റെ, ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ. അപ്പോൾ അവിടെ വെച്ചാണ് തീം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2024 തീം അപ്പം ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. മരുഭൂ വരുന്നത് എങ്ങനെയാണ്? സൗദി അറേബ്യ വെച്ച് വേദി നടന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചോ, 2024 പ്രമേയം എന്ന് പറയുന്നത് ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. അതുപോലെ തന്നെ 2023 തീം കൂടെ ഓർത്ത് വെച്ചോ, സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. അതുപോലെ തന്നെ ജൂൺ 14 ലോക രക്തദാന ദിനമാണ്. അതിൻ്റെ അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗീവിങ് താങ്ക് യു ബ്ലഡ് ഡൊണേഴ്സ്. അതായത് 20 വർഷമായിട്ടുള്ള ബ്ലഡ് ഡൊണേഴ്സിൻ്റെ ഇതിന് താങ്ക് യു ബ്ലഡ് ഡൊണേഴ്സ് എന്ന് പറയുവാണ്. അത് രക്തദാനം തുടങ്ങിയിട്ട് 20 വർഷമായി. 20 years ഓഫ് സെലിബ്രേറ്റിംഗ് ഗീവിങ് ആൻഡ് താങ്ക് യു ബ്ലഡ് ഡൊണേഴ്സ് എന്നാണ് ലോക രക്തദാന ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. സ്ഥിരമായിട്ട് PSC ഉപയോഗിക്കുന്നതാണ് അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ 2024 തീം എന്ന് പറഞ്ഞത് അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അപ്പോൾ എന്താണ് യോഗ ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് യോഗ ചെയ്യുക എന്ന് പറഞ്ഞാൽ? കുറച്ചുകൂടെ നല്ല കാര്യമാണ്. അതായത് നമുക്ക് ഒരു ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ സമൂഹമൊക്കെ ഒന്ന് മെച്ചപ്പെട്ട രീതിയിലൊക്കെ ചിന്തകളും ചിന്താശേഷിയൊക്കെ വരാനും ഒക്കെ യോഗ ഉപകാരപ്പെടും. അപ്പം 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അപ്പം നമുക്കറിയാം 2024 യോഗയുടെയൊക്കെ ഒരു ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ജൂൺ 21 ഈയിടക്കാണല്ലോ കഴിഞ്ഞത്. അപ്പോൾ ഈ ജൂൺ 21 നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടാണ്. സുരേഷ് ഗോപിയൊക്കെ യോഗ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കുമല്ലോ. മഴയത്തൊക്കെ കുട പിടിച്ചൊക്കെ നിൽക്കുന്നതും ഒക്കെ അതൊക്കെ കണ്ടാൽ മതി. പിന്നെ മോദിയൊക്കെ യോഗ ചെയ്യുന്നതും ഒക്കെ അതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. 2024 യോഗ എന്ന് പറയുമ്പോൾ അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗയാണ് 2024 തീം. അതുപോലെ തന്നെ 2023 തീമും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജൂൺ ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജൂൺ ആകുമ്പോൾ നമുക്കറിയാം 2023 നമുക്ക് പഠിക്കണം. അപ്പം ജൂൺ ആയതുകൊണ്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2023 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ യോഗ ഫോർ വസുദൈവക കുടുംബകം. അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ടല്ലേ. 2023 തീം എന്ന് പറയുമ്പോൾ യോഗ ഫോർ വസുദൈവക കുടുംബകം. അപ്പോൾ 2023 അപ്പോൾ ഒന്നുകൂടെ പറയാം. ജൂൺ 21 അറിയാം അന്താരാഷ്ട്ര യോഗാ ദിനം. 2024 തീം അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. 2023 തീം 24 തീമാണ് അവരവർക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അതുപോലെ തന്നെ 2023 തീം എന്ന് പറയുമ്പോൾ യോഗ ഫോർ വസുദൈവക കുടുംബകം. മറക്കല്ലേ. അടുത്തത് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അതിൻ്റെ 2024 പ്രമേയം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ ആണ്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. 2024 പ്രമേയം ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. അതുപോലെ തന്നെ ജൂലൈ 11 എന്താണ്? ലോക ജനസംഖ്യാ ദിനമാണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം 2023 2023 പ്രമേയം എന്ന് പറയുമ്പോൾ ലിംഗസമത്വത്തിൻ്റെ ശക്തി ഉയർത്തിക്കാട്ടുക, നമ്മുടെ ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ 2023 പ്രമേയം എന്ന് പറയുന്നത് ലിംഗസമത്വത്തിൻ്റെ ശക്തി ഉയർത്തിക്കാട്ടുക, നമ്മുടെ ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക എന്നാണ്. അപ്പോൾ ലിംഗസമത്വത്തിനുള്ള ശക്തി ഉയർത്തിക്കാട്ടുക എന്നാണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11 2023 തീമായിട്ട് വരുന്നത്. 24 ആയില്ലല്ലോ, ജൂലൈ 11 ആയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഓർത്ത് നോക്കുക. 2023 ഇനി പറയുന്ന എല്ലാം 2023 പ്രമേയങ്ങളാണ് പറയുന്നുള്ളത്. അപ്പം പഠിച്ചു വെക്കുക കേട്ടോ, കാര്യങ്ങളെല്ലാം പഠിച്ചു നോക്കുക. അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ജനസംഖ്യാ ദിനമൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാൽ ലിംഗസമത്വത്തിൻ്റെ ശക്തി ഉയർത്തിക്കാട്ടുക. ബാക്കിയെല്ലാം നമുക്ക് ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. അതായത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെ ശബ്ദം ഉയർത്തുക എന്നല്ല. ലിംഗസമത്വം എന്ന് പറയുമ്പോൾ അതല്ലേ, സ്ത്രീകളും പുരുഷനും ഒരുപോലെ സമത്വത്തിൽ ശക്തി ഉയർത്തിക്കാട്ടുക എന്നങ്ങ് അതല്ലേ അതിന് പറയുന്നത് ലിംഗസമത്വം എന്ന് പറയുന്നത്. പെണ്ണെന്നോ ആണെന്നോ വിവേചനമില്ലാതെ ഒരുപോലെ അവർ ശബ്ദം ഉയർത്തുന്നില്ലേ. അപ്പോൾ അതിന് തന്നെയാണ് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളാണ് താന്നിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക ജനസംഖ്യാ ദിനം 2023 തീം എന്ന് പറയുമ്പോൾ ലിംഗസമത്വത്തിൻ്റെ ശക്തി ഉയർത്തിക്കാട്ടുക, നമ്മുടെ ലോകത്തിൻ്റെ അനന്തമായ സാധ്യതകൾ തുറക്കുന്നതിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം ഉയർത്തുക എന്നാണ് കേട്ടോ.
അടുത്തത് ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനമാണ്. മറക്കല്ലേ, ഇത് കൺഫ്യൂഷൻ ആയിപ്പോലെ. ജൂലൈ 28 പരിസ്ഥിതി ദിനമായിട്ട് മാറിപ്പോലെ, കൺഫ്യൂഷൻ ആയിപ്പോലെ. ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം. അതിൻ്റെ 2023 തീം എന്ന് പറയുമ്പോൾ വനങ്ങളും ഉപജീവനവും അതുപോലെ തന്നെ ജനങ്ങളെയും ഗ്രഹത്തെയും നിലനിർത്തുക എന്നാണ്. വനങ്ങളും ഉപജീവനവും ജനങ്ങളെയും ഗ്രഹത്തെയും നിലനിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനുവരി മുതൽ ജൂൺ വരെ ഉള്ളതുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മുൻപേ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, 2023 തീമും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് അത് എടുത്ത് പറയാത്തത് 2023 തീമിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പം ജസ്റ്റ് നിങ്ങൾ അങ്ങനെ 2023 തീം, അതായത് ജനുവരി മുതൽ ജൂൺ വരെ വേണ്ടവർക്ക് അതിൽ കയറി ഒന്ന് കണ്ടാൽ മതി. നമ്മൾ അതിന് മുമ്പ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് 2023 തീംസിൻ്റെയൊക്കെ, അതൊന്ന് കണ്ടാൽ മതി കേട്ടോ. അടുത്തത് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് ലോക ഓസോൺ ദിനമാണ്. ഓസോൺ ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. അപ്പോൾ ഓസോൺ ദിനത്തിൻ്റെ 2023 പ്രമേയം എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ പാളി പരിഹരിക്കലും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കലും. അപ്പം മോൺട്രിയൽ പ്രോട്ടോകോൾ അറിയാം നമുക്ക്, ഓസോണിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോളാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ 2023 പ്രമേയം എന്ന് പറയുമ്പോൾ എന്താണ്? സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനത്തിൻ്റെ മോൺട്രിയൽ പ്രോട്ടോകോൾ അതുപോലെ തന്നെ ഓസോൺ പാളി പരിഹരിക്കലും കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കലും. ക്ലിയർ ആയി? അടുത്തത് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയത്തെ ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക എന്നതാണ് 2023 തീം എന്ന് പറയുന്നത്. അപ്പം ഓർത്തു വെച്ചോ, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയത്തെ ഉപയോഗിക്കുക, നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തെ ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക. അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ലോക ഹൃദയ ദിനത്തിൻ്റെ 2023 പ്രമേയം എന്താണെന്ന് ചോദിക്കും. അപ്പം ഓപ്ഷനിൽ കാണും ഹൃദയം സംരക്ഷിക്കുക, ഹൃദയം, അങ്ങനെയൊക്കെ ഓരോ ഓപ്ഷൻസ് കാണുമല്ലോ, നമ്മളെ തെറ്റിക്കാനായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇങ്ങനെ ഓർത്ത് വെച്ചോ, ഹൃദയം ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക. ഹൃദയം ഉപയോഗിച്ചാലാണ് അതിനെ അറിയാൻ സാധിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ, ഹൃദയത്തെ ഉപയോഗിക്കുക, ഹൃദയത്തെ അറിയുക. ക്ലിയർ ആയ? അടുത്തത് ഒക്ടോബർ 16 ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. ഒക്ടോബർ 16 വരുന്നത്. ഒക്ടോബർ 16 തീം എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ് ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്. അപ്പം ജലമാണ്, ജലത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ലോക ഭക്ഷ്യദിനമാണ്. ജലദിനമായിട്ട് കണക്റ്റ് ആയി പോകല്ലോ ഒരിക്കലും. അപ്പോൾ ലോക ഭക്ഷ്യദിനത്തിൻ്റെ തീം എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ്, ലീവ് നോ വൺ ബിഹൈൻഡ് ഈസ് ലൈഫ്, വാട്ടർ ഈസ് ഫുഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പം 2023 പ്രമേയം എന്ന് പറയുന്നത് എയ്ഡ്സ് ദിനത്തിൻ്റെ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്, അതായത് സമൂഹങ്ങൾ നയിക്കട്ടെ എന്നാണ്. അതായത് നമുക്കറിയാം എയ്ഡ്സ് രോഗികളെയൊക്കെ നമ്മുടെ സമൂഹം വളരെ ഒരു ഇതായിട്ടല്ലേ, പാർശ്വവൽക്കരിക്കപ്പെട്ടതായിട്ടല്ലേ കാണും, നമ്മളൊരു അകറ്റിയൊക്കെ നിർത്തുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഒന്ന് സമൂഹത്തിനൊക്കെ മുമ്പിൽ കൊണ്ടുവരാനൊന്നും ഉദ്ദേശിച്ചാൽ മതി. സമൂഹങ്ങൾ നയിക്കട്ടെ എന്നാണ്. സമൂഹങ്ങൾ നയിക്കട്ടെ, ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്, അഥവാ സമൂഹങ്ങൾ നയിക്കട്ടെ എന്നാണ് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ 2023 പ്രമേയം എന്ന് പറയുന്നത്. അടുത്തത് ഡിസംബർ 5 ഡിസംബർ 5 എന്താണ്? ലോക മണ്ണ് ദിനമാണ്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് 2023 പ്രമേയം മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം. മണ്ണും ജലവും ജീവൻ്റെ ഉറവിടം എന്നാണ് ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 വരുന്നത് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. അപ്പോൾ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ ആണ് മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത്രയും PSC ചോദിക്കാൻ, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ദിനങ്ങളും പ്രമേയങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മളൊരു ചെയ്തിട്ടുണ്ട്, അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളുടെ എല്ലാം ദിനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു 3-4 മാസം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്തെല്ലാം 2023 തീമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനകത്ത് 2024 തീം അതിനെക്കുറിച്ച് പറയുന്നത്. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൂടെ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസ് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിനങ്ങളും അതുപോലെ തന്നെ പ്രമേയങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ
മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം അതിൽ കയറി നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിനകത്താണ് കാര്യങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ PSCയുടെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ പോൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്താണ് ഇടുന്നത്. അപ്പം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ അപ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഒരു ഫാമിലി ആവുമല്ലോ. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്താണ് ഇടുന്നത്. മാക്സിമം നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ LDC അതുപോലെ തന്നെ കറണ്ട് അഫയർ സീരീസിൻ്റെ ബാക്കി ക്ലാസ്സസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റിലുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇടുന്നത്. മാക്സിമം അത് കാണാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും